നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നോക്കുമോനെ, ഇന്ന് ചെയ്തിരിക്കട്ടെ. ഇനി മേലിൽ കൊണ്ടുപോകുന്ന ഭക്ഷണം ഒരല്പം പോലും ബാക്കി കൊണ്ടുവരരുത്. ഇല്ല അച്ഛാ, ഇനി എനിക്ക് വേണ്ടെങ്കിൽ ഞാൻ അവിടെ എവിടെങ്കിലും കളഞ്ഞോളാം. ദേ, ഒറ്റ അടിവെച്ച നാളുണ്ടല്ലോ, കൊണ്ട് കളയാനല്ല പറഞ്ഞത്. എന്ത് പാടുപെട്ട് അമ്മ രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, അതുകൊണ്ട് കളയാണോ വേണ്ടത്? ആവശ്യത്തിനുള്ള ഭക്ഷണേ അമ്മൂമ്മ ടിഫിൻ ബോക്സിൽ വയ്ക്കുന്നുള്ളൂ. അത് മുഴുവൻ കഴിക്കണം, കേട്ടല്ലോ. സാധാരണ മോൻ മുഴുവൻ കഴിക്കുന്നതാ. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല, പകുതിയിൽ കൂടുതൽ പാത്രത്തിൽ തന്നെ ഉണ്ട്. ഇന്ന് മഴയെ കൂടെ കഴിക്കാൻ വിളിച്ചിട്ട് അവള് വന്നില്ല. അപ്പൊ എനിക്ക് വിഷമായി. അതെന്താ, മോൻ മഴയായിട്ട് പിണങ്ങിയോ? പിണങ്ങിയൊന്നുമില്ല. അവള് മാസ്റ്ററിന്റെ കൂടെ കഴിക്കാൻ പോണെന്ന് പറഞ്ഞ് ടിഫിൻ ബോക്സ് എടുത്തോണ്ട് പോയി. മഴയ്ക്ക് MK മാസ്റ്ററിന് ഭയങ്കര ഇഷ്ടമാ. മോൻ പറഞ്ഞത് സത്യവാ. ഏത് സമയവും മഴയ്ക്ക് MK മാസ്റ്ററിനെ കുറിച്ച് പറയാനേ നേരമുള്ളൂ. അച്ഛനില്ലാതെ വളർന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് മാസ്റ്ററിനെ പോലെ ഒരാളെ കണ്ടപ്പോ ഒരു പ്രത്യേക അടുപ്പം തോന്നിക്കാണും. മഴയ്ക്ക് തോന്നിയതുപോലുള്ള ആഗ്രഹങ്ങൾ മോന്റെ മനസ്സിലും കാണും. എന്റെ മോളുണ്ടായിരുന്നുവെങ്കിൽ ഇവന് കൊടുക്കുമായിരുന്ന സ്നേഹം നമ്മൾ രണ്ടുപേരും എത്ര ശ്രമിച്ചാലും കൊടുക്കാനാവില്ല. സുന്ദരിയാണല്ലോ വിളിക്കുന്നത്. ഹലോ സുന്ദരി മാഡം. കൂടെയുള്ള സാറിന്റെ ഈ മാഡം വിളി ഒരു ഇറിറ്റേഷൻ ആവുന്നുണ്ട് കേട്ടോ. എങ്കിൽ പിന്നെ സ്ഥിരം മാഡം തന്നെ ആക്കാം. അത് വേണ്ട, എന്നേക്കാൾ സീനിയർ IAS ഉദ്യോഗസ്ഥനാ സാറ്. അതുമല്ല, സുന്ദരി എന്ന് വിളിക്കുന്നത് എനിക്കിഷ്ടം. എങ്കിൽ ഓക്കെ, സുന്ദരി പറഞ്ഞോളൂ. കാര്യങ്ങളൊക്കെ സാർ അറിഞ്ഞു കാണുമല്ലോ. ക്രിസ്റ്റിയുടെ സബ്ജക്റ്റാ ഞാൻ ഉദ്ദേശിച്ചത്. വാർത്ത കണ്ടു. പ്രത്യേകിച്ച് ഞെട്ടലൊന്നും തോന്നിയില്ല, കാരണം ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണിത്. സാറ് പ്രതീക്ഷിച്ചതല്ലേ ഉള്ളൂ. ഒരാൾ മാറാട്ടം ഞാൻ ഉറപ്പിച്ചിരുന്നതാ, അത് സംഭവിച്ചെന്നേ ഉള്ളൂ. അറിയാലോ ക്രിസ്റ്റിയെ, ഇടഞ്ഞ കൊമ്പന്റെ സ്വഭാവ. പക തീർക്കാൻ എന്തിനും മടിക്കില്ല. ഇനി അവൻ കൂടുതൽ അപകടകാരിയാവും. സുന്ദരി സൂക്ഷിക്കുന്നത് നല്ലതാ. അത്തരം പേടികളൊന്നും എനിക്കില്ല സർ. പക്ഷെ ക്രിസ്റ്റിയെ തളച്ചേ മതിയാവൂ. അതിനുള്ള വഴികളാണ് ഞാൻ ആലോചിക്കുന്നത്. കമ്മീഷണർ സണ്ണി അലക്സിന്റെ കേസ് ഫ്രെയിം ചെയ്യൽ ഒട്ടും മോശമായിരിക്കില്ല. ഒരാൾമാറാട്ടം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ അവസാന ലക്ഷ്യം ക്രിസ്റ്റിയിലേക്ക് നിലനിർത്തി തന്നെയായിരിക്കും കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്. ചില ലൂപ്പ് ഹോൾസ് ഉണ്ട് സർ. അതിനെനിക്ക് സാറിന്റെ അഡ്വൈസ് വേണം. അതിനുവേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നാളെയോ മറ്റന്നാളോ നമുക്കൊന്ന് നേരിട്ട് കാണാൻ പറ്റുമോ? അതിനെന്താ, സുന്ദരിയുടെ ഫ്രീ ടൈം എപ്പോഴാന്ന് വെച്ചാൽ അറിയിച്ചാൽ മതി, ഞാൻ വന്നോളാം. മോനെ, സംസാരിച്ചു കഴിഞ്ഞിട്ട് ഫോൺ എനിക്ക് തരണേ. എനിക്ക് മോളോടൊരു കാര്യം പറയാനുണ്ട്. സംസാരിച്ചു കഴിഞ്ഞു. സുന്ദരി, അമ്മയ്ക്കെന്തോ പറയാനുണ്ടെന്ന്. ഫോൺ കൊടുക്കട്ടെ? അതിനെന്താ, കൊടുക്ക്. സുന്ദരി, നാളെ അവധിയല്ലേ, അതുകൊണ്ടേ വീട്ടിലെല്ലാവരെയും കൂട്ടി നാളെ രാവിലെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോരണം. നാളെ ഉച്ചഭക്ഷണം എല്ലാവർക്കും ഇവിടെ ആയിട്ടോ. അയ്യോ സോറി അമ്മ, നാളെ ഞാൻ മഴമോളെയും കൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോവാന്ന് ഏറ്റിട്ടുണ്ട്. ഞാൻ അവൾക്ക് പ്രോമിസ് ചെയ്ത് കൊടുത്തതാ. ഇനി വാക്ക് മാറ്റിയ എന്നെ അവള് കൊന്നു കൊല വിളിക്കും. ഞാൻ വേറൊരു ദിവസം വരാം, അത് പോരെ? അപ്പോ നാളെ പറ്റില്ല അല്ലേ? അമ്മേ, സുന്ദരി നല്ല തിരക്കില്ല, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? ശരത് സാർ എന്താ അമ്മ പറയുന്നേ? സുന്ദരി വലിയ തിരക്കിലാണ്, ബുദ്ധിമുട്ടിക്കണ്ടെന്ന്. അയ്യോ, ബുദ്ധിമുട്ടിന്റെയോ തിരക്കിന്റെയോ അല്ല. മഴയും കൊണ്ട് നാളെ പുറത്തു പോയേ പറ്റൂ, അല്ലെങ്കിൽ അവള് പിണങ്ങും. എങ്കിലൊരു കാര്യം ചെയ്താലോ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചേ രണ്ടു ഫാമിലിയും കൂടി പുറത്തു പോയാലോ? അതൊരു നല്ല ഐഡിയ. നമുക്ക് ഒരുമിച്ച് പോവാം. എന്താ അമ്മ ഇത്? സുന്ദരി അവരുടെ ഫാമിലിയായിട്ട് പോകുമ്പോ നമ്മളും കൂടി ചേർന്ന അത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവില്ലേ? അമ്മ പറമോളെ. എനിക്കൊരു ഡിസ്റ്റർബൻസും ഇല്ല. നാളെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ഔട്ടിങ്ങിന് പോകുന്നു. ശരത് സാറിനോട് പറഞ്ഞേക്ക്, എനിക്ക് സന്തോഷേ ഉള്ളൂ. ശരി മോളെ, അപ്പൊ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്യാം. ഓക്കെ മോനെ, ആദി, നാളെ മഴയുടെ അമ്മ, മോന്റെ അച്ഛൻ, ഞാൻ എല്ലാരും കൂടെ പുറത്തു പോവാ. ഹായ്, അടിപൊളി. അപ്പൊ നാളെ മഴയുടെ അമ്മ നമ്മുടെ കൂടെ കാണുമല്ലേ? കാണും. നീ ഇതാരോടാ കൊറേ നേരമായിട്ട് സംസാരിച്ചോണ്ട് നിക്കുന്നേ? അത് ആദിമോന്റെ അമ്മൂമ്മയായിരുന്നു. നാളെ
നാളെ മഴമോളയും കൊണ്ട് പുറത്തു പോകുന്നു പറഞ്ഞപ്പോ അവരും ഫാമിലിയായിട്ട് കൂടെ വരാന്ന് പറഞ്ഞു. എന്നിട്ട് നീ വരണ്ടാന്ന് പറഞ്ഞു കാണും. അങ്ങനെ പറയാനും വേണ്ടി വിവരമില്ലാത്തവളല്ല ഞാൻ. അപ്പൊ നിങ്ങളെല്ലാരും ഒരുമിച്ച് പുറത്തു പോവാ നാളെ. നിങ്ങളെല്ലാം ഒരുമിച്ചല്ല, നമ്മളെല്ലാം ഒരുമിച്ച് പോന്നു. എല്ലാവരും ഉണ്ടാവും, റെഡിയായിട്ട് നിന്നോണം കേട്ടല്ലോ. ഇന്ദുമതി ആള് വിചാരിച്ച പോലെ അല്ല, ബുദ്ധിമതിയാ. പെട്ടെന്ന് തന്നെ സംഗതി കാര്യത്തിലേക്ക് കടന്നു. പക്ഷേ എല്ലാരും കൂടി ഒരുമിച്ച് ചെന്ന് കയറി സ്വർഗം നിറയെ കട്ടുറുമ്പുകളാവും. ഇന്ദുമതി വരാൻ സാധ്യതയില്ല. ഇവിടുന്ന് ബാക്കിയുള്ളവരെ ഒഴിവാക്കണം. പിന്നെ ശരത്തും സുന്ദരിയും ആദിമോനും മഴയും മാത്രം. അവര് പാർക്കിൽ പോകുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു. അടിപൊളിയായിരിക്കും. എന്റെ ചാമുണ്ടേശ്വരി, നാളത്തെ ദിവസത്തോടൊരു തീരുമാനം ഉണ്ടാക്കി തരണേ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? വാ, അവിടെ പോയിരിക്കാം. എടി മോളെ, നമുക്ക് അച്ഛന്റെ ഫോട്ടോയുടെ അടുത്ത് നിന്ന് കാർത്തിക്കിന്റെ ഫോട്ടോ എടുത്തങ്ങ് മാറ്റിയാലോ? അവന്റെ മുന്നിൽ വിളക്ക് കത്തിച്ച് ഫോട്ടോയിൽ മാലയിട്ടിരിക്കുന്നത് കാണുമ്പോ ഉള്ളു പൊള്ളുകയാ. പോയവരെ കുറിച്ചുള്ള ഓർമ്മകൾ എന്നും വേദന തന്നെയാണ്. ഇനി ഈ ഫോട്ടോകൾ അമ്മയെ വേദനിപ്പിക്കുന്നെങ്കിൽ നമുക്കത് രണ്ടും അവിടെ നിന്നെടുത്തങ്ങ് മാറ്റിയേക്കാം. എന്താ പോരെ? രണ്ടും വേണ്ട, കാർത്തിക്കിന്റെ മാത്രം മാറ്റിയാ മതി. അവന്റെ അച്ഛൻ മരിച്ചത് എന്റെ കൺമുന്നിൽ വെച്ച എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ കണ്ണുകൾ അടഞ്ഞത്. ഇനി തിരിച്ചു വരില്ലെന്നും എനിക്കറിയാം. പക്ഷെ കാർത്തിക്കിന്റെ കാര്യം അങ്ങനെയല്ല. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു അവൻ മരിച്ചിട്ടില്ല എന്ന്. വെറും തോന്നലല്ല കൃഷ്ണ, ഉറപ്പാണ്. അവനൊന്നും സംഭവിച്ചിട്ടില്ല. അവൻ എവിടെയോ ജീവിച്ചിരിപ്പുണ്ട്. സ്വന്തം മകൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ ഒരമ്മയ്ക്കും ആവില്ല. അത് സ്വന്തം കൺമുന്നിൽ വെച്ചായാൽ പോലും. മരിച്ചു എന്നുള്ളതിന് തെളിവായി ആകെ കിട്ടിയത് ആത്മഹത്യക്കുറിപ്പല്ലേ? വിശ്വസിച്ചേ പറ്റൂ. കാരണം അതാണ് സത്യം. ഉള്ള ജീവിതം ആഘോഷിച്ച് അവൻ പോയി, എന്നേക്കുമായി പോയി. കടലിലേക്ക് ഇറങ്ങി പോയാ പോലും 3-ാം ദിവസം കിട്ടേണ്ടത് അവന്. ഇതിപ്പോ അതുപോലും ഉണ്ടായിട്ടില്ലല്ലോ. അവൻ എവിടെയോ ഉണ്ട്. എന്തെങ്കിലും ഒരിക്കൽ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് അവൻ ഈ വീടിന്റെ പടി കടന്നു വരും. അങ്ങനെ വരുമായിരുന്നെങ്കിൽ അവൻ ഇതിനു മുമ്പേ അവന്റെ മോളെ കാണാൻ വന്നേനെ.